This is our last module, that is international trade. Before starting this topic, see, some students asked me to share the PPTs. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. ബട്ട് വൺ തിങ്, ദിസ് പി പി ടീസ് ആർ വെരി ഷോർട്ട് and some the numerical problems and some explanation etc. that I did in the board. So whatever I did in the board, that will not come in the PPTs. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് എനിക്കറിയില്ല. സോ ബെറ്റർ you may read the book also, then only you will get a full explanation. Then our topic is international trade. See, in this module mainly we study what is foreign trade, then what are its advantages and disadvantages, then what are the theories of foreign trade, that is the most important thing, theories of foreign trade. Then what is balance of payments, what is free trade, what is protection. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ ദി ഫസ്റ്റ് തിങ് ഈസ് വാട്ട് ഈസ് foreign trade. See, international trade or foreign trade means trade between two countries, or in other words we can say it is the exchange of goods or services between two or more countries. ഇപ്പം രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള ട്രേഡിനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്, ടു എന്നല്ല, ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങളുടെ ഇടയിലുള്ള ട്രേഡ്. വെൻ ട്രേഡ് ഈസ് ടേക്കിംഗ് പ്ലേസ് വിതിൻ എ കൺട്രി, ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് ട്രേഡ്. ദിസ് ഈസ് international trade. Then in economics there is a special branch for which deals with foreign trade and all, that is called international economics. അപ്പോൾ ഇൻ്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് എക്കണോമിക്സിൽ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് തന്നെയുണ്ട്. അവിടെ ഈ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് ദെൻ ദി പോളിസീസ് റിലേറ്റഡ് ടു ഫോറിൻ ട്രേഡ്, ഓൾ കൈൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെയും കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് എന്ന്. മാത്രമല്ല, വാട്ട് ആർ ദി പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്റ്സ് റിഗാർഡിംഗ് ദിസ് ഇൻ്റർനാഷണൽ ട്രേഡ്, ദാറ്റ് വിൽ ഓൾസോ കം അണ്ടർ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. പക്ഷെ നമുക്ക് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് അല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് അതിൻ്റെ ഒരു പാർട്ടായ ഇൻ്റർനാഷണൽ ട്രേഡ് മാത്രമേ പഠിക്കാനുള്ളൂ. സോ ഐ ആം നോട്ട് എക്സ്പ്ലെയിനിങ് മച്ച് അബൌട്ട് ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. ദെൻ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് advantages and disadvantages of foreign trade. First of all, we will discuss the advantages of foreign trade. First one is optimal use of natural resources. So in a country we will have a large number of resources. When there is foreign trade, we can utilize these resources in an optimal way, because in the absence of foreign trade these resources will be unutilized. അപ്പോൾ ഫോറിൻ ട്രേഡ് വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുന്നു, വി ആർ സ്പെഷ്യലൈസിങ് ഇൻ വൺ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ നമ്മുടെ ഫോർ അവർ എക്കോണമി വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ അവർ എക്കോണമി, അങ്ങനെയുള്ള ഗുഡ്സ് ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി വിൽ യൂട്ടിലൈസ് ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ ഓർ ഇൻ ആൻ ഓപ്റ്റിമൽ വേ ദി അവൈലബിൾ നാച്ചുറൽ റിസോഴ്സസ്. നിങ്ങൾ ഇതിനകത്തിൽ ജസ്റ്റ് റിമെമ്പർ ഓൾ ദിസ് പോയിന്റ്സ് ആൻഡ് ജസ്റ്റ് റീഡ് ദി എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്. എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. എക്സ്പ്ലനേഷൻ ഒരു ആവർത്തി വായിച്ചാൽ ജസ്റ്റ് യു ക്യാൻ റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് പോയിന്റ്. So with the help of foreign trade we can attain optimal use of natural resources. Then availability of all types of goods. See, when there is foreign trade we can get all types of goods from different parts of the world. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം. So in our country there will be the availability of all types of goods. Then specialization. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, one country will produce a product and export it in which it has an advantage.
അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ മിക്കവാറും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം സപ്പോസ് ഇൻ എ കൺട്രി വേർ ദർ ഈസ് മോർ ലേബർ, സോ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സിനായിരിക്കും ആ കൺട്രിക്ക് കൂടുതൽ അഡ്വാൻറ്റേജ്. സോ ദേ വിൽ സ്പെഷ്യലൈസ് ഇൻ ദാറ്റ്. സോ ഫോറിൻ ട്രേഡ് വിൽ ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. Then advantages of large scale production. Of course, when there is foreign trade, we can produce the output in a large scale. When we produce something on a large scale, what happens? There are certain advantages of large scale production. ഇത് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ? Then stability in prices. See, when there is a shortage or when there is a price hike in for a few products, what we can do? Immediately we can import such items. Or importing of goods helps to maintain price stability in our country. അപ്പം പുറത്തുനിന്ന് ഇവിടെ നമുക്ക് പ്രൈസ് കൂടി നിൽക്കുമ്പോൾ പുറത്തു നിന്നുള്ള ഗുഡ്സ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൈസ്, നമ്മുടെ ഇവിടുത്തെ പ്രൈസ് കുറച്ച് കുറയും. സോ ദർ വിൽ ബി സ്റ്റെബിലിറ്റി ഇൻ പ്രൈസസ്. Then establishment of new industries. See, when there is foreign trade, we want to produce more output. So new industries will come up. കൂടുതൽ ഔട്ട്പുട്ട് വേണം, കൂടുതൽ പ്രോഡക്ട്സ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ നാച്ചുറലി ദർ വിൽ ബി മോർ ഇൻഡസ്ട്രീസ്. ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. See, when there is foreign trade, there will be very high competition from അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. സോ ഇഫ് യു വാണ്ട് ടു സർവൈവ്, ഇഫ് എ ഫേം വാണ്ട്സ് ടു സർവൈവ്, ദെൻ ഇറ്റ് ഷുഡ് ബി മോർ കോമ്പറ്റേറ്റീവ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി കൂടാൻ തുടങ്ങും. നമ്മൾ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി കൂടും. ഇഫ് ദർ ഈസ് നോ കോമ്പറ്റീഷൻ, നമ്മൾ വളരെ ഡള്ളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫോറിൻ ട്രേഡ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദാറ്റ് എവരിബഡി നോസ്. When there is foreign trade, we need more transportation facilities, we need more communication facilities. Automatically it will develop. Then international cooperation and understanding. When there is foreign trade between two countries, there will be more cooperation between these two countries. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വി ആർ കീപ്പിംഗ് അവർ റിലേഷൻസ് വിത്ത് ദീസ് കൺട്രീസ്. ഞാൻ പർട്ടിക്കുലറായിട്ട് അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും പല രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ് മുമ്പോട്ട് പോകുന്നതിൻ്റെ മെയിൻ റീസൺ ഇൻ്റർനാഷണൽ ട്രേഡാണ്. ഇഫ് വി സ്റ്റോപ്പ് ദി റിലേഷൻസ് വിത്ത് സച്ച് കൺട്രീസ്, ദെൻ ദി ഇൻ്റർനാഷണൽ ട്രേഡ് വിൽ ഓൾസോ സ്റ്റോപ്പ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് വിൽ എൻകറേജ് കോപ്പറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ കൺട്രീസ്. ദെൻ ഡിസ്കറേജ്മെൻറ്റ് ടു മൊണോപോളീസ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഇല്ലെങ്കിൽ, സപ്പോസ് ഇൻ എ കൺട്രി ദർ ഇസ് എ മൊണോപോളി ആൻഡ് ദർ ഇസ് നോ ഇൻ്റർനാഷണൽ ട്രേഡ്, ഈ മൊണോപോളി വളരെ സ്ട്രോങ് ആയിട്ട് മാറും. ബട്ട് വെൻ ദർ ഇസ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇയാളുടെ ഇതിനകത്തിലുള്ള ഇപ്പോൾ ഒരു വൺ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു മൊണോപോളി പവർ, ദാറ്റ് ഹി വിൽ ലൂസ്. വെൻ ദർ ഇസ് ഫോറിൻ ട്രേഡ്, ഗുഡ്സ് ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് കൺട്രി ഓൾസോ. അപ്പോൾ അത് നമ്മുടെ മൊണോപോളിയെ തന്നെ ഇല്ലാതാക്കും. ഈ നമ്മുടെ രാജ്യത്തുള്ള ഒരു മൊണോപോളി ആണെങ്കിൽ അതിനെ ഇല്ലാതാക്കും. Then better employment opportunities. Of course, when there is more production and more export, more people will get employment opportunities. So these are the important advantages of foreign trade. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു മിനിമം 6 to 7 പോയിൻറ്റ്സ്, നമ്മളെപ്പോഴും ഒരു 7 പോയിൻറ്റ്സ് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. സാധാരണഗതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 7 മാർക്സിനൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ 7 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാം നിങ്ങൾ പഠിക്കുക, ബട്ട് ആ ഒരു 7 പോയിൻറ്റ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ പഠിച്ചു വയ്ക്കാം. ദെൻ വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്? ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജ് ഈസ് ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. വെൻ ദർ ഈസ് ഫോറിൻ ട്രേഡ്, ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും ഈ ഫോറിൻ കൺട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും ഇപ്പം നമ്മുടെ മുമ്പിലിരിക്കുകയാണെങ്കിൽ, വി വിൽ പ്രിഫർ ദി ഫോറിൻ ഗുഡ്സ്. സോ നാച്ചുറലി ദി goods produced in our industries, it will not be demanded or sold. So there will be a problem for our industries. That is the threat to domestic industries. Economic dependence. ഇപ്പോൾ കൂടുതൽ when there is more and more foreign trade, we are depending on others. പല കാര്യങ്ങൾക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും.
See, for example, ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ഇപ്പം നമ്മൾ സപ്പോസ് വി ആർ ഡിപ്പെൻഡിങ് മോർ ഓൺ ഡെവലപ്ഡ് കൺട്രീസ് ഫോർ മെഷീനറി ടെക്നോളജി എക്സെട്ര. അപ്പോൾ അത് ദാറ്റ് മേ ലീഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ. ഫ്യൂച്ചറിൽ നമ്മളെ അവർക്ക് പല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഇക്കണോമിക് ഡിപ്പെൻഡൻസ്. നമ്മൾ അവരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സപ്പോസ് വൺ കൺട്രി ഈസ് ഗിവിങ് അസ് എ ടെക്നോളജി, നമുക്കൊരു പുതിയ ടെക്നോളജി തന്നു, അവർ കുറേ കണ്ടീഷൻസ് പറയും. സോ ഇൻ ഫ്യൂച്ചർ ഓൾസോ വി ഹാവ് ടു ഫോളോ ദോസ് കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ദെൻ മിസ്യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. വെൻ ദർ ഈസ് ഫോറിൻ ട്രേഡ് വി വിൽ ട്രൈ ടു എക്സ്പോർട്ട് മാക്സിമം. And if you want to export maximum, we have to produce the maximum quantity. When you produce maximum quantity, we will overexploit the natural resources. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെയൊക്കെ മിസ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ട് ഓഫ് ഹാംഫുൾ ഗുഡ്സ്. ഇപ്പോൾ ഫോറിൻ ട്രേഡ് ഉണ്ടെങ്കിൽ, ഫ്രീ ട്രേഡ് ആണെങ്കിൽ, വി ക്യാൻ ഇമ്പോർട്ട് എനിത്തിങ്. സംടൈംസ് ഇറ്റ് വിൽ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് ചേരാത്ത ചില ഗുഡ്സ് ആയിരിക്കാം. അപ്പോൾ അതും നമ്മുടെ രാജ്യത്തേക്ക് വരും വെൻ ദർ ഈസ് ഫോറിൻ ട്രേഡ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. വി കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പോൾ ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ടായിട്ട് വരില്ല, അത് സ്മഗ്ലിങ്ങിലൂടെയാണ് വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് അണ്ടർ ദി ഷാഡോ ഓഫ് ഫോറിൻ ട്രേഡ്. ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഗുഡ്സും ഇങ്ങോട്ട് വരാം. സോ സച്ച് പോസിബിലിറ്റീസ് ആർ ദർ. ദെൻ ഈവിൾ ഇഫക്ട്സ് ഓഫ് ഡംപിങ്. ഈ ഡംപിങ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്. നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നൊരു കാര്യമല്ല, എങ്കിലും ഞാൻ മാർക്കറ്റ് പഠിപ്പിച്ചപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഡംപിങ് മീൻസ് സം ഡെവലപ്ഡ് കൺട്രീസ് വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ഡംപ് their outdated products in developing countries. ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസ് അവരുടെ രാജ്യത്ത് ആരും വാങ്ങാത്ത അല്ലെങ്കിൽ കൊള്ളാത്ത സാധനങ്ങളൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവിൽക്കും. എങ്ങനെ? ദെയർ ഇൻറ്റൻഷൻ ഈസ് സംഹൗ ദേ വാണ്ട് ടു റിമൂവ് ദിസ് പ്രോഡക്ട്സ് ഫ്രം ദെയർ കൺട്രി. അതാണ് ഈ ഡംപിങ് എന്ന് പറയുന്നത്. വെൻ ദർ ഈസ് ഫോറിൻ ട്രേഡ് സച്ച് എ പോസിബിലിറ്റി ഈസ് ദെയർ. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡംപിങ്. ദെൻ എഗൻസ്റ്റ് നാഷണൽ ഡിഫെൻസ്. Suppose we are depending more on other countries for defense equipments and all. എല്ലായ്പ്പോഴും അവരിത് തന്നോളന്നില്ല. If they say that okay we will not supply such items, then it is a threat to our nation. നമ്മുടെ ഡിഫൻസിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. സോ as far as possible ഈ ഡിഫൻസ് പോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോറിൻ ട്രേഡ്. ഇനി നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് 3 ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ദെയർ. ആ 3 തിയറി, 4 തിയറീസ് ഉണ്ട്. ഈ 4 തിയറീസ് പഠിക്കുക. മിക്കപ്പോഴും എന്തായാലും എക്സാമിന് വി ക്യാൻ എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 1. സോ യു മേ സ്റ്റഡി. വളരെ സിമ്പിളായിട്ടുള്ള തിയറീസാണ്. അപ്പോൾ അതൊന്ന് നന്നായി മനസ്സിരുത്തി പഠിക്കുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. So the first theory is absolute advantage theory. അപ്പോൾ ഈ തിയറികളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് what is the reason for foreign trade, why foreign trade takes place. അതിൻ്റെ ഒരു ഫോറിൻ ട്രേഡിൻ്റെ ഒരു ബേസിസ് ആണ് ഈ പറഞ്ഞ ഈ തിയറീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. See, the first theory, absolute advantage theory, that was developed by Adam Smith. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആഡം സ്മിത്തിൻ്റെ തിയറിയാണ്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, ദി ബേസിസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ തിയറി പറയുന്നത്, സപ്പോസ് ദർ ആർ 2 കൺട്രീസ് ആൻഡ് 2 കമ്മോഡിറ്റീസ്. ദേ പ്രൊഡ്യൂസ് ഓൺലി 2 കമ്മോഡിറ്റീസ്. അപ്പോൾ 2 രാജ്യങ്ങളുണ്ട്, 2 കമ്മോഡിറ്റീസും. നമ്മളതൊരു അസംഷനായിട്ട് പറയുകയാണ്. ദർ ആർ 2 കമ്മോഡിറ്റീസ് ആൻഡ് 2 കൺട്രീസ്. ഇപ്പോൾ സപ്പോസ് വി ആർ ടേക്കിംഗ് ദീസ് 2 കൺട്രീസ് ആസ് കാനഡ ആൻഡ് ഇന്ത്യ. ഞാനൊരു വെറുതെ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. സോ in Canada capital is very abundant, and in India labor is abundant. So India will have an absolute advantage in the production of
commodities which intensively use labor as a factor of production. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ലേബർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ കേസിൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് കാണും. അതേസമയം കൂടുതൽ മെഷീനറി അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ കേസിൽ കാനഡ ഹാസ് ആൻ അഡ്വാൻറ്റേജ്. സോ വാട്ട് ദ തിയറി ഈസ് സെയിങ്, അപ്പോൾ ഇന്ത്യക്ക് ഒരു കമ്മോഡിറ്റിയുടെ കേസിൽ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, കാനഡയ്ക്ക് മറ്റൊരു കമ്മോഡിറ്റിയുടെ കേസിൽ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. സോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, കാനഡയിൽ മറ്റൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ കുറവായിരിക്കും. സോ ഇന്ത്യ വിൽ സ്പെഷ്യലൈസ് ഇൻ ദാറ്റ് കമ്മോഡിറ്റി ആൻഡ് കാനഡ വിൽ സ്പെഷ്യലൈസ് ഇൻ ദി അതർ കമ്മോഡിറ്റി. അപ്പോൾ ഇതാണ് ഈ തിയറി പറയുന്നത്. സോ ദി കൺട്രീസ് വിൽ സ്പെഷ്യലൈസ് and produce that commodity upon which they have an absolute advantage. ഓരോ രാജ്യത്തിനും ഏത് കമ്മോഡിറ്റിയുടെ കേസിലാണോ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ആ കമ്മോഡിറ്റി ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ദിസ് ഈസ് ദി അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. Then what is absolute advantage that you can understand with the help of the following example. ഇപ്പോൾ നമ്മൾ രണ്ട് കൺട്രീസ്, the two countries we are taking as USA and UK. ഇനി പറയുന്നത് the number of units of wheat per unit of labor. That means with 1 unit of labor, how much of wheat can be produced in USA and UK. ഒരു യൂണിറ്റ് ലേബർ ഉപയോഗിച്ച് എത്ര യൂണിറ്റ് വീറ്റ് USA-യിലും UK-യിലും പ്രൊഡ്യൂസ് ചെയ്യാം. ഇൻ USA they can produce 10 units of wheat with 1 unit of labor, but in UK they can produce only 5 units of wheat. Then next we are taking the case of cloth. Number of units of cloth per unit of labor. ഒരു യൂണിറ്റ് ലേബർ കൊണ്ട് എത്ര യൂണിറ്റ് ക്ലോത്ത് USA-യിൽ പ്രൊഡ്യൂസ് ചെയ്യാം? ഇറ്റ് ഈസ് ഓൺലി 3, ബട്ട് ഇൻ UK ഇറ്റ് ഈസ് 8. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ടേബിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും USA ഹാസ് ആൻ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ്, എന്ത് തോന്നുന്നു, ഏത് കമ്മോഡിറ്റിയുടെ കേസിലാണ് USA-ക്ക് ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി കേസ് ഓഫ് വീറ്റ്. ബട്ട് UK ഹാസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്. അപ്പോൾ ആഡം സ്മിത്ത് പറയുന്നതനുസരിച്ച് USA വിൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് വീറ്റ് ടു അതർ കൺട്രീസ്. UK-യിലോട്ട് അവർ വീറ്റ് എക്സ്പോർട്ട് ചെയ്യും. ഇനിയും അവർക്ക് ആവശ്യമുള്ള ക്ലോത്ത് അവർ എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു? UK വിൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ക്ലോത്ത് ടു USA. സോ ദി ട്രേഡ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ദി കൺട്രീസ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഇപ്പോൾ ഫോറിൻ ട്രേഡ് ഉണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇതുകൊണ്ട് ഗുണമുണ്ടാവും. സോ ദിസ് ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. ഇപ്പോൾ ഈ ആഡം സ്മിത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഒരു രാജ്യത്ത് സപ്പോസ് വി ആർ സ്പെഷ്യലൈസിങ് ഇൻ വൺ കമ്മോഡിറ്റി ആൻഡ് വി ആർ പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫോറിൻ ട്രേഡ് നമുക്ക് ഇത്രത്തോളം സ്പെഷ്യലൈസ് ചെയ്ത് ഇത്രത്തോളം കമ്മോഡിറ്റീസ് ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരും. കാരണം ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് ഡിമാൻഡ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു രാജ്യത്തിനകത്ത് മാത്രമുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. വെൻ ദർ ഈസ് ഫോറിൻ ട്രേഡ് അവർ മാർക്കറ്റ് ഈസ് വൈഡനിങ്. നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ കൂടെ ഇത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റും. സോ ദറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പെഷ്യലൈസേഷൻ പോസിബിൾ ആണ്. സോ ദിസ് ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ബൈ ആഡം സ്മിത്ത്. നെക്സ്റ്റ് ഈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ഇറ്റ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തനിയെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തിലൊരു ചെറിയ ഡൗട്ടൊക്കെ തോന്നും. പക്ഷെ സിമ്പിളാണ്, വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ആൻഡ് ദിസ് കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ. ഈ ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന എക്കോണമിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. According to Ricardo, even in the case of
a country for which there is no absolute advantage for both the commodities, it can gain from international trade. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തൊട്ട് മുമ്പിലത്തെ കേസിൽ നമ്മൾ കണ്ടത് ഒരു രാജ്യത്തിന് ഏത് കമ്മോഡിറ്റിയുടെ കേസിലാണോ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്, the country will produce and export that commodity. But Ricardo is saying, even if a country has no absolute advantage, then also the trade will be beneficial. They can gain from international trade. അങ്ങനെ ഒരു സിറ്റുവേഷനിലും ഫോറിൻ ട്രേഡ് പോസിബിൾ ആണ് എന്നാണ് റിക്കാർഡോ പറയുന്നത്. അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം, എന്താണ് ഈ റിക്കാർഡോ പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ വേണമെങ്കിൽ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം ടേബിൾ, എന്താണ് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു എക്സാമ്പിൾ എഴുതാതെ തന്നെ നമ്മൾ ഈ തിയറിയുടെ തന്നെ ഒരു ഭാഗമായിട്ടൊരു ടേബിൾ നമ്മൾ എഴുതും. There I will explain. So in this situation, the country should specialize in the production and export of the commodity in which its absolute disadvantage is smaller and import the commodity in which its absolute disadvantage is greater. എന്ന് പറഞ്ഞാൽ, so I told you, Ricardo is saying when a country has no absolute advantage in both the commodities, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, രണ്ട് കമ്മോഡിറ്റീസിനും ഇവർക്ക് എന്താണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. നേരത്തെ പറഞ്ഞ കേസിൽ ഓരോ കൺട്രിക്കും ഓരോ കമ്മോഡിറ്റിയുടെ കേസിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നു ഫോർ ബോത്ത് ദി കമ്മോഡിറ്റീസ് വൺ കൺട്രി ഹാസ് എ ഡിസഡ്വാൻറ്റേജ്. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കേസിലും ഡിസഡ്വാൻറ്റേജ് ആണ് ഒരു കൺട്രിക്ക്. ബട്ട് സ്റ്റിൽ ദിസ് കൺട്രി ക്യാൻ എൻഗേജ് ഇൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇറ്റ് വിൽ ബി ബെനഫിഷ്യൽ ഫോർ ഇറ്റ്. അതെങ്ങനെയാണെന്നാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ റിക്കാർഡോ പറയുന്നത് അനുസരിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു ദി വൺ കൺട്രി ഹാസ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ ബോത്ത് ദി കമ്മോഡിറ്റീസ്, ബട്ട് ഇൻ വൺ കമ്മോഡിറ്റി ദി ഡിസഡ്വാൻറ്റേജ് വിൽ ബി ലെസ് ആൻഡ് ദി അതർ കമ്മോഡിറ്റി ഡിസഡ്വാൻറ്റേജ് വിൽ ബി മോർ. ഇതെല്ലാം നിങ്ങൾക്ക് ആ എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നൗ യു ഡോണ്ട് വറി. അപ്പോൾ ഏത് കമ്മോഡിറ്റിയുടെ കേസിലാണോ ഡിസഡ്വാൻറ്റേജ് കുറവുള്ളത് ആ കമ്മോഡിറ്റിയിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യും. ദേ വിൽ പ്രൊഡ്യൂസ്, specialize and export that commodity. But in which commodity its disadvantage is greater, അത് അവരെന്ത് ചെയ്യുന്നു, അത് മറ്റേ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് റിക്കാർഡിയൻ തിയറി പറയുന്നത്. ഈ റിക്കാർഡോയുടെ തിയറിക്ക് കുറേ അസംഷൻസ് ഉണ്ട്. ജസ്റ്റ് ഐ ആം എക്സ്പ്ലെയിനിങ് ഓൺലി ദി 4 important assumptions. Here also we assume that there are only 2 countries and 2 commodities. പിന്നെ 2 രാജ്യങ്ങളും 2 കമ്മോഡിറ്റീസും. ദർ ആർ നോ ബാരിയേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടി ഇതുപോലെയുള്ള ബാരിയേഴ്സ് ഒന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഫ്രീ ട്രേഡാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് ഒരു രാജ്യത്ത് വിൽക്കാം. ദർ ഈസ് നോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇല്ല. ഇതൊക്കെ വെറും അസംഷൻസ് ആണ്. ലേബർ ഈസ് ദി ഓൺലി കമ്പോണൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദാറ്റ്? That means we are using only one input, that is labor. ഇതൊക്കെ തിയറി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് ആണ്. ഇതെല്ലാം ഇതിൻ്റെ ക്രിറ്റിസിസവുമാണ്. ഈ അസംഷൻസ് എല്ലാം ഇതിൻ്റെ ക്രിറ്റിസിസമാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഒരു ക്രിറ്റിസിസമാണ്. ലേബർ അല്ലാതെ ദർ ആർ അതർ ഇൻപുട്സ് ഓൾസോ ഓർ അതർ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓൾസോ ഇൻ പ്രൊഡക്ഷൻ, അതും ഒരു ക്രിറ്റിസിസമാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ അസംഷൻസ് എല്ലാം എന്താണ്, ജസ്റ്റ് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസ് ഒന്നുമല്ല. ബട്ട് വി ആർ യൂസിങ് ദിസ് തിയറി ഫോർ ദിസ് എക്സാമ്പിൾ ഓർ അസംഷൻസ് ഫോർ ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദി തിയറി. അപ്പോൾ നമ്മൾ ഈ അസംഷൻസ് പറഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദി തിയറി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ എക്സാമ്പിൾ വളരെ നന്നായി മനസ്സിലാക്കണം. Otherwise it will be difficult for you. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. See, Ricardo has taken
the two countries as England and Portugal, and two commodities as cloth and wine. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്മോഡിറ്റീസ് ക്ലോത്തും വൈനുമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് കൺട്രീസ് ഇംഗ്ലണ്ടും പോർച്ചുഗലുമാണ്. സി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എടുത്തിരിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഹിയർ വി ആർ ടേക്കിംഗ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ലേബർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി. മനസ്സിലാക്കുക. That means how much of labor is required to 1 unit of cloth? How much of labor is required to 1 unit of wine? നമ്മൾ നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലെ എക്സാമ്പിളിൽ നേരെ തിരിച്ചാണ് എടുത്തിരിക്കുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ലേബർ, ഹൗ മച്ച് ഓഫ് ക്ലോത്ത് വി ആർ പ്രൊഡ്യൂസിങ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഓഫ് എ കമ്മോഡിറ്റി വി ആർ പ്രൊഡ്യൂസിങ്, അങ്ങനെയാണ് അവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഒരു യൂണിറ്റ് ഈ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര യൂണിറ്റ് ലേബർ വേണം, അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ തിയറി നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ. സി, ഇൻ ഇംഗ്ലണ്ട് ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് ദേ നീഡ് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ. But in Portugal they need only 90 units of labor. അപ്പോൾ ഇംഗ്ലണ്ടിൽ 1 യൂണിറ്റ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് 100 യൂണിറ്റ്സ് ലേബർ വേണം. പോർച്ചുഗലിൽ 90 മതി. സിമിലർലി ടു പ്രൊഡ്യൂസ് 1 യൂണിറ്റ് ഓഫ് വൈൻ ഇൻ ഇംഗ്ലണ്ട് ദേ നീഡ് 120 യൂണിറ്റ്സ് ഓഫ് ലേബർ. ബട്ട് ഇൻ പോർച്ചുഗൽ ദേ നീഡ് 80 യൂണിറ്റ്സ് ഓഫ് ലേബർ ഓൺലി. വാട്ട് ഡസ് ഇറ്റ് മീൻ? പോർച്ചുഗൽ എടുത്താൽ പോർച്ചുഗലിൽ ഈ രണ്ട് കമ്മോഡിറ്റീസും എന്ത് ചെയ്യാൻ പറ്റും? കുറഞ്ഞ ചെലവിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇംഗ്ലണ്ട് ഹാസ് എ ഡിസഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് ആസ് വെൽ ആസ് വൈൻ. രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കേസിലും ഇംഗ്ലണ്ടിന് ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ രണ്ട് കമ്മോഡിറ്റിയും ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇംഗ്ലണ്ടിൽ കൂടുതൽ ലേബർ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഡിസഡ്വാൻറ്റേജ് ആണ്, പോർച്ചുഗലിന് അഡ്വാൻറ്റേജുമാണ്. ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഫോർ ദി പോർച്ചുഗൽ ഫോർ പ്രൊഡ്യൂസിങ് ബോത്ത് ദി കമ്മോഡിറ്റീസ്. ബട്ട് റിക്കാർഡോ സേസ് ദാറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ ഓൾസോ ട്രേഡ് വിൽ ടേക്ക് പ്ലേസ് ആൻഡ് ഇറ്റ് വിൽ ബെനഫിഷ്യൽ ഫോർ ബോത്ത് ദി കൺട്രീസ്. ഇതാണ് റിക്കാർഡോ പറയുന്നത്. അതെങ്ങനെയാണെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. Now we are taking the exchange ratio between wine and cloth in these two countries. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ 1 യൂണിറ്റ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 120 യൂണിറ്റ്സ് ഓഫ് ലേബർ ആവശ്യമുണ്ട്. അതേസമയം 1 യൂണിറ്റ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 യൂണിറ്റ്സ് ലേബറാണ് വേണ്ടുന്നത്. അപ്പം നമ്മൾ ഇനി അടുത്തെടുക്കുന്നത് ഇൻ ഇംഗ്ലണ്ട് വാട്ട് ഈസ് ദി എക്സ്ചേഞ്ച് റേഷ്യോ ബിറ്റ്വീൻ വൈൻ ആൻഡ് ക്ലോത്ത്. അതായത് 1 യൂണിറ്റ് വൈൻ കിട്ടണമെങ്കിൽ അവരെത്ര യൂണിറ്റ് ക്ലോത്ത് കൊടുക്കണം, അതാണ് ഈ എക്സ്ചേഞ്ച് റേഷ്യോ. ഈ കോസ്റ്റ് ഡിഫറൻസസ് വെച്ച് നോക്കുമ്പോൾ ഇൻ ഇംഗ്ലണ്ട് ടു ഗെറ്റ് 1 യൂണിറ്റ് ഓഫ് വൈൻ they have to give 1.2 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത്. ഇത് ആബ്സെൻസ് ഓഫ് ട്രേഡിലെ കേസാണ്. അതായത് സപ്പോസ് ദർ ഈസ് നോ ഫോറിൻ ട്രേഡ് ബിറ്റ്വീൻ ദീസ് ടു കൺട്രീസ്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ട് കമ്മോഡിറ്റീസും അവരുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദേ ആർ പ്രൊഡ്യൂസിങ് ബോത്ത് ദി കമ്മോഡിറ്റീസ് ഇൻ ദെയർ കൺട്രി. സോ ഇൻ സച്ച് എ സിറ്റുവേഷൻ the exchange ratio between wine and cloth will be 1 wine is equal to 1.2 units of cloth. ഇതായിരിക്കും അവിടുത്തെ എക്സ്ചേഞ്ച് റേഷ്യോ. കാരണം ക്ലോത്തിൻ്റെ കേസിൽ കൂടുതൽ ലേബർ ആവശ്യമുണ്ട്. വൈനിൻ്റെ കേസിൽ അവിടെ കൂടുതൽ ലേബർ ആവശ്യമുണ്ട് ഇംഗ്ലണ്ടിൽ.
പക്ഷേ ക്ലോത്തിൻ്റെ കേസിൽ കുറച്ചാണ്, എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ് ലേബറിൻ്റെ ആവശ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു യൂണിറ്റ് വൈൻ കിട്ടണമെങ്കിൽ അവർ 1.2 യൂണിറ്റ്സ് ക്ലോത്ത് കൊടുക്കേണ്ടി വരും. കാരണം 100 യൂണിറ്റ് ലേബർ ഉപയോഗിച്ച് അവർക്ക് ഒരു യൂണിറ്റ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ 120 യൂണിറ്റ് ലേബർ ഉപയോഗിച്ചാലേ ഒരു വൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ ലേബർ വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമുക്ക് കാണാം 1 വൈൻ ഈസ് ഈക്വൽ ടു 1.2 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് എന്ന് വരും. ഇനി അടുത്ത് ദാറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ സേ 120 ഡിവൈഡ് ബൈ 100. അതായിരിക്കും എക്സ്ചേഞ്ച് റേഷ്യോ. ദാറ്റ് ഈസ് 1 വൈൻ ഈസ് ഈക്വൽ ടു 1.2 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത്. ഇനി നമുക്ക് പോർച്ചുഗലിൻ്റെ കേസിലെ എക്സ്ചേഞ്ച് റേഷ്യോ എടുക്കാം. So in the case of Portugal, 1 wine is equal to 0.88 units of cloth. That is 80 divided by 90 ആണ്. അപ്പോൾ ഒരു വൈൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വൈൻ കൊടുക്കുമ്പോൾ പോർച്ചുഗലിൽ അവർക്ക് 0.88 യൂണിറ്റ്സ് ഓഫ് ക്ലോത്തേ കിട്ടുള്ളൂ. ഇതും ആബ്സെൻസ് ഓഫ് ട്രേഡിലെ കേസാണ് നമ്മൾ പറയുന്നത്. ഇത് പറഞ്ഞാൽ പോർച്ചുഗൽ ഈ 2 കമ്മോഡിറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ രാജ്യത്തിനുള്ളിൽ അവർക്ക് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഒരു യൂണിറ്റ് വൈൻ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് 0.88 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് ആണ്. സോ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്ചേഞ്ച് റേഷ്യോ മനസ്സിലാക്കുക. ഇപ്പോഴും നമ്മൾ ഫോറിൻ ട്രേഡ് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് സ്റ്റിൽ ഐ ഹാവ് നോട്ട് എക്സ്പ്ലെയിൻഡ്. In the next step only I will explain that. Here one thing, England has, ഇപ്പോൾ ഈ 2 കമ്മോഡിറ്റീസിൻ്റെയും കേസ് എടുത്താൽ ഇംഗ്ലണ്ടിന് 2 കമ്മോഡിറ്റീസിലും ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇൻ ദി കേസ് ഓഫ് ക്ലോത്ത് they have lesser disadvantage than in the case of wine. ഇപ്പോൾ വൈനിൻ്റെ കേസ് എടുക്കുമ്പം കോസ്റ്റിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ക്ലോത്തിൻ്റെ കേസ് എടുക്കുമ്പം ഇംഗ്ലണ്ടിലും പോർച്ചുഗലിലുമുള്ള കോസ്റ്റിൻ്റെ ഡിഫറൻസ് കുറവാണ്. എന്ന് പറഞ്ഞാൽ ദി ഡിസഡ്വാൻറ്റേജ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് ഈസ് ലെസ് ഇൻ ദി കേസ് ഓഫ് ഇംഗ്ലണ്ട് ബട്ട് മോർ ഗ്രേറ്റർ ഇൻ ദി കേസ് ഓഫ് വൈൻ. So according to the Ricardian theory of comparative cost differences, England will specialize and produce cloth and Portugal will specialize and produce wine. But still, if they do like this and engage in foreign trade, definitely it will be beneficial for both the countries. അതെങ്ങനെയാണ്, എന്തുകൊണ്ട് 2 രാജ്യങ്ങൾക്കും ബെനിഫിഷ്യലാണ്, അതാണ് ഞാൻ ഇനിയും പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇൻ ദി ആബ്സെൻസ് ഓഫ് ഫോറിൻ ട്രേഡ്, to get in England, when they give 1 unit of wine, or to get 1 unit of wine, they have to give 1.2 units of cloth. അല്ലെങ്കിൽ 1.2 യൂണിറ്റ്സ് ക്ലോത്ത് കൊടുക്കുമ്പോഴേ അവർക്ക് 1 യൂണിറ്റ് വൈൻ കിട്ടുന്നുള്ളൂ. അതേപോലെ പോർച്ചുഗലിൻ്റെ കേസിൽ അവർ 1 വൈൻ കൊടുക്കുമ്പോൾ അവർക്ക് 0.88 യൂണിറ്റ്സ് ക്ലോത്തേ അവർക്ക് കിട്ടുള്ളൂ. നൗ സപ്പോസ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ഫോറിൻ ട്രേഡ്. ഇവർ ഫോറിൻ ട്രേഡിൽ ഏർപ്പെടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഫോറിൻ ട്രേഡിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ 1 യൂണിറ്റ് വൈൻ കിട്ടണമെങ്കിൽ അവർ 1.2 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഈ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് വൈൻ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് 1 യൂണിറ്റ് വൈൻ കിട്ടണമെങ്കിൽ അവർ 1.2 യൂണിറ്റ്സ് ക്ലോത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് 1.1 യൂണിറ്റ് ക്ലോത്ത് കൊടുത്താൽ 1 വൈൻ കിട്ടുമെന്ന് വിചാരിക്കുക. ഈസ് ഇറ്റ് ബെനഫിഷ്യൽ ഫോർ ഇംഗ്ലണ്ട്? ഇപ്പോൾ 1.2 യൂണിറ്റ്സ് ക്ലോത്ത് കൊടുത്താലേ 1 യൂണിറ്റ് വൈൻ കിട്ടുകയുള്ളൂ. പക്ഷേ 1.1 യൂണിറ്റ് ക്ലോത്ത് കൊടുത്താൽ 1 വൈൻ കിട്ടുമെങ്കിൽ അവർക്ക് നല്ലതല്ലേ? ഇനി തിരിച്ച്
പോർച്ചുഗലിൻ്റെ കേസിൽ നേരത്തെ ഫോറിൻ ട്രേഡിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഒരു വൈൻ കൊടുക്കുമ്പോൾ അവിടെ 0.88 യൂണിറ്റ്സ് ക്ലോത്ത് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. ഇഫ് ദേ ഗെറ്റ് എനിത്തിങ് ഗ്രേറ്റർ ദാൻ 0.88 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത്, അതായത് ഒരു വൈൻ കൊടുക്കുമ്പോൾ അവർക്ക് 0.88 യൂണിറ്റ്സ് ഓഫ് ക്ലോത്തിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടിയാലും അവർക്കും ബെനിഫിറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം വെൻ ഇംഗ്ലണ്ട് സെൽസ് ക്ലോത്ത് ടു പോർച്ചുഗൽ, സപ്പോസ് ദി എക്സ്ചേഞ്ച് റേഷ്യോ ബിറ്റ്വീൻ വൈൻ ആൻഡ് ക്ലോത്ത് ബിറ്റ്വീൻ ദീസ് ടു കൺട്രീസ്, ഞാൻ പറയുന്നു 1 വൈൻ ഈസ് ഈക്വൽ ടു 1.1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് എന്ന് പറഞ്ഞു. 1 വൈൻ ഈസ് ഈക്വൽ ടു 1.1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇംഗ്ലണ്ടിന് ഒരു യൂണിറ്റ് വൈൻ കൊടുക്കുമ്പോൾ, ഒരു യൂണിറ്റ് വൈൻ കിട്ടാൻ വേണ്ടി 1.1 യൂണിറ്റ് ക്ലോത്ത് കൊടുത്താൽ കിട്ടുമെങ്കിൽ അവർക്കത് ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ വാട്ട് ദേ വിൽ ഡു, they will give 1.1 units of cloth to Portugal. പോർച്ചുഗലിന് 1.1 യൂണിറ്റ് ക്ലോത്ത് കൊടുക്കുന്നു. അപ്പോൾ പോർച്ചുഗലുകാരെന്ത് ചെയ്യും? അതിന് പകരമായിട്ട് 1 യൂണിറ്റ് വൈൻ ആർക്ക് കൊടുക്കുന്നു? ഇംഗ്ലണ്ടിന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾക്കും ബെനിഫിഷ്യൽ ആയിരുന്നില്ലേ? നേരത്തെ പോർച്ചുഗൽ 1 യൂണിറ്റ് വൈൻ കൊടുത്താൽ അവർക്ക് 0.88 യൂണിറ്റ്സേ ക്ലോത്തേ അവർക്ക് അവിടെ രാജ്യത്തുള്ളവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ 1 യൂണിറ്റ് വൈൻ കൊടുക്കുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് 1.1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഫ്രം ഇംഗ്ലണ്ട്. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ പോർച്ചുഗൽ. ഇനി ഇംഗ്ലണ്ടിൻ്റെ കേസ് എടുത്താലോ, നേരത്തെ 1 യൂണിറ്റ് വൈൻ കിട്ടണമെങ്കിൽ അവർക്ക് 1.2 യൂണിറ്റ്സ് ക്ലോത്ത് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ അവർക്ക് 1 യൂണിറ്റ് വൈൻ കിട്ടാൻ അവർക്ക് എത്ര കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു? 1.1 യൂണിറ്റ് ക്ലോത്ത് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. സോ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത്. Thus, foreign trade is beneficial for both the countries, or even in the absence of absolute advantage, trade will take place. ഇതാണ് റിക്കാർഡോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുക്കണം. ആ എക്സാമ്പിൾ അനുസരിച്ച് നമ്മൾ ഈ എക്സ്ചേഞ്ച് റേഷ്യോ പറയുക. എക്സ്ചേഞ്ച് റേഷ്യോ പറഞ്ഞ് നിങ്ങളിതൊക്കെ ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ഹാർട്ട് ദിസ് ഫിഗേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേഷ്യോ എവരിതിങ്. അതല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ഇനി ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ പോയാൽ ഇറ്റ് വിൽ ചെയ്യാം, ബട്ട് സംടൈംസ് ഇറ്റ് വിൽ ബി റോങ്. അത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതൊന്ന് പഠിച്ചുകൊണ്ട് പോവുക, ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഐ തിങ്ക് യു ഗോട്ട് ദി ലോജിക്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ കോൾ മീ ഡയറക്ട്ലി ആൻഡ് ആസ്ക് വൈ ഇറ്റ് ഈസ്. സോ ദിസ് ഈസ് കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി. ഇനി ഇതിൻ്റെ കുറച്ച് ക്രിറ്റിസിസം, നിങ്ങളോട് ക്രിറ്റിസിസം ചോദിക്കുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ഓൾ ദോസ് ഡെഫിനിഷൻസ് ആർ ഇറ്റ്സ് ക്രിറ്റിസിസം. അതുകൊണ്ട് ഞാൻ ഇനി അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബുക്കിൽ ആ ക്രിറ്റിസിസം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഈ പറഞ്ഞ അസംഷൻസും അതിൻ്റെ ഡ്രോബാക്കാണ്. ഫോർ എക്സാമ്പിൾ ലേബർ മാത്രമല്ല ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് പഠിക്കുക. Then the next theory is Heckscher-Ohlin theorem or factor endowment theory. ഈ തിയറി ആക്ച്വലി ഇറ്റ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ എലി ഹെക്ഷർ ഇൻ 1990 ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് റിഫൈൻഡ് ബൈ ബർട്ടിൽ ഓളിൻ. അതുകൊണ്ടാണ് ഈ തിയറിയെ ഹെക്ഷർ-ഓളിൻ തിയറം എന്ന് പറയുന്നത്. ദിസ് തിയറി ഈസ് ഓൾസോ എ 2 country 2 commodity മോഡൽ. ഇപ്പം നമ്മൾ റിക്കാർഡിയൻ തിയറി പറഞ്ഞത് കമ്പാരിറ്റീവ് കോസ്റ്റിലുള്ള ഡിഫറൻസസ് ആണ് ഫോറിൻ ട്രേഡിന് കാരണമെന്ന് പറഞ്ഞു. ബട്ട് വൈ ദർ ഈസ് ദി ഡിഫറൻസസ് ഇൻ കമ്പാരിറ്റീവ് കോസ്റ്റ്? ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദി ഹെക്ഷർ-ഓളിൻ തിയറി. അക്കോർഡിംഗ് ടു ദി തിയറി, the differences in comparative advantage among nations is mainly due to the differences in relative factor abundance or factor endowments.
അപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ കമ്പാരിറ്റീവ് കോസ്റ്റ് ഡിഫറൻസസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോസ്റ്റ് ഡിഫറൻസസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ദ ഡിഫറൻസസ് ഇൻ റിലേറ്റീവ് ഫാക്ടർ അബൻഡൻസ് ഓർ ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ്. ഓരോ രാജ്യത്തും ഓരോ ഫാക്ടർ ആയിരിക്കും അബൻഡൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻ ഇന്ത്യ ലേബർ ഈസ് അബൻഡൻറ്റ്, ബട്ട് ഇൻ കാനഡ ക്യാപിറ്റൽ ഈസ് അബൻഡൻറ്റ്. അപ്പോൾ ഏത് ഫാക്ടറാണോ അബൻഡൻ്റ് ആയിട്ടുള്ളത്, എ കൺട്രി വിൽ പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി വിച്ച് ഇൻറ്റൻസീവ്ലി യൂസ് ദാറ്റ് ഫാക്ടർ. അപ്പോൾ അബൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന കമ്മോഡിറ്റീസ് ആയിരിക്കും ഓരോ രാജ്യവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The Hexarolan theory can be stated as follows. A country will produce and export that commodity whose production requires the intensive use of the nation's relatively abundant and cheap factor, and import the commodity whose production requires the intense use of relatively scarce and expensive factor. അപ്പം ഇപ്പം ഇന്ത്യയുടെയും കാനഡയുടെയും കേസ് എടുത്താൽ, ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അബൻഡൻ്റ് ആയിട്ടുള്ള ലേബർ കൂടുതലായിട്ട് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും, കാനഡ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ അബൻഡൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന, കൂടുതലായിട്ട് ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറുമായിരിക്കും. എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു? This will be exported to Canada. Canada will export their commodity to India. ഇതാണ് ഹെക്സറോളിൻ തിയറം പറയുന്നത്. ഇനി there is one thing to understand about ഹെക്സറോളിൻ തിയറം. ഈ ഫാക്ടർ അബൻഡൻസ് അല്ലെങ്കിൽ എൻഡോവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, we are taking that factor abundance in relative terms and not in absolute terms. റിലേറ്റീവ് ടേംസിലാണ് ഇതിൻ്റെ അബൻഡൻസ് കണക്കാക്കുന്നത്. എന്താണ് റിലേറ്റീവ് ടേംസ്, എന്താണ് അബ്സല്യൂട്ട് ടേംസ്, ഇത് നമുക്ക് ഈ എക്സാമ്പിൾ പറഞ്ഞ് പറയാം. ഇപ്പോൾ സപ്പോസ് ദർ ആർ ടു കൺട്രീസ് ആൻഡ് ഇൻ വൺ കൺട്രി എ number of units of labor available is 50, number of units of capital available is 40. So capital labor ratio is 40 divided by 50, that is 0.8. ഇനി കൺട്രി ബിയിലാണെങ്കിലോ ലേബർ 16 യൂണിറ്റ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഈസ് ഓൺലി 20 യൂണിറ്റ്സ്, ആൻഡ് ദ ക്യാപിറ്റൽ ലേബർ റേഷ്യോ ഈസ് 1.25, 20 ഡിവൈഡഡ് ബൈ 16. ഇവിടെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൂടി നിൽക്കുന്നത് കൺട്രി ബിയിലാണ്, ക്യാപിറ്റൽ ലേബർ റേഷ്യോ കുറവ് കൺട്രി എയിലുമാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അബ്സല്യൂട്ട് ടേംസ് എടുത്താൽ ഇൻ കൺട്രി എ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ലേബർ ഈസ് അബൻഡൻറ്റ് ഇൻ കൺട്രി എ, ബട്ട് വെൻ വി ടേക്ക് ദിസ് ഇൻ റിലേറ്റീവ് ടേംസ് ദി ക്യാപിറ്റൽ ഈസ് അബൻഡൻറ്റ് ഇൻ കൺട്രി ബി. അതാണ് റിലേറ്റീവ് ടേംസിൻ്റെ പ്രത്യേകത. അപ്പോൾ എത്ര മൊത്തം അബ്സല്യൂട്ട് ടേംസിൽ എത്ര യൂണിറ്റ് ക്യാപിറ്റലും എത്ര യൂണിറ്റ് ലേബർ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഫാക്ടർ അബൻഡൻസ് തീരുമാനിക്കുന്നത്. വി ആർ ടേക്കിംഗ് ദി ഫാക്ടർ അബൻഡൻസ് ഇൻ ടേംസ് ഓഫ് ഇൻ റിലേറ്റീവ് ടേംസ്. റിലേറ്റീവ് ടേംസിലാണ്, അതായത് ഈ രണ്ട് ഫാക്ടർ തമ്മിൽ കമ്പാരിറ്റീവ്ലി ഏത് ഫാക്ടറാണ് അബൻഡൻറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ലേബർ റേഷ്യോ കൺട്രി ബിയിൽ കൂടുതലായതുകൊണ്ട് ഇൻ ദാറ്റ് കൺട്രി ഇൻ റിലേറ്റീവ് ടേംസ് ക്യാപിറ്റൽ ഈസ് അബൻഡൻറ്റ്. സോ അത് അങ്ങനെയുള്ള കമ്മോഡിറ്റീസ് ആയിരിക്കും ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് കൺട്രി ബിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമുള്ള കമ്മോഡിറ്റീസും, കൺട്രി എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേബർ കൂടുതൽ ആവശ്യമുള്ള കമ്മോഡിറ്റീസുമായിരിക്കും. ഇതാണ് ഹെക്സറോളിൻ തിയറി. ഇവിടെ ഈ ഫാക്ടർ അബൻഡൻസിൻ്റെ കേസ് മാത്രം ഇത് നമ്മൾ ഇതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് പറയുക, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ് ഓഫ് റിലേറ്റീവ് ടേംസ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ എക്സാമ്പിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം.
അപ്പം ഇത് ഹെക്സറോളിൻ തിയറിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ പോൾ സാമുവൽസൺ. അതുകൊണ്ട് തന്നെ ഈ സാമുവൽസനാണ് പിന്നീട് ഈ രീതിയിലേക്ക് ഹെക്സറോളിൻ തിയറിയെ കൊണ്ടുവന്നത്. അതുകൊണ്ട് സാമുവൽസൺ തിയറം എന്നും ഇതിനെ പറയാറുണ്ട്. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം അല്ലെങ്കിൽ ഹെക്സറോളിൻ സാമുവൽസൺ തിയറം എന്ന് പറയും. The theorem states that free international trade will equalize factor prices between countries relatively and absolutely, and this serves as a substitute for international factor mobility. ഇതാണ് ഇതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ, ഇപ്പോൾ എഗെയിൻ ഐ ആം ടേക്കിംഗ് ദി എക്സാമ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് കാനഡ. ഇന്ത്യയിൽ ലേബർ അബൻഡൻ്റ് ആണ്, ക്യാപിറ്റൽ സ്കേഴ്സ് ആണ്. കാനഡയിൽ ക്യാപിറ്റൽ അബൻഡൻ്റ് ആണ്, ലേബർ സ്കേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫോറിൻ ട്രേഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇവർ പറയുന്നത് ദർ വിൽ ബി മൂവ്മെൻറ്റ് ഓഫ് ലേബർ ഫ്രം ഇന്ത്യ ടു കാനഡ. അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് എല്ലാവരെയും അനുവദിക്കുകയാണെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യും? എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വിൽ ഗോ ടു കാനഡ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ ലേബർ കുറഞ്ഞു വരും, കാനഡയിൽ ലേബർ കൂടി വരും. അപ്പം ഒരു സമയം എത്തുമ്പോൾ എന്ത് പറ്റും? ഇൻ ഇന്ത്യ ആൻഡ് കാനഡ ദി വേജ് റേറ്റ് വിൽ ബി ഈക്വൽ. അങ്ങനെ ഫാക്ടർ പ്രൈസസ് ഈക്വലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഫാക്ടർ മൊബിലിറ്റി കൊണ്ട് ഈക്വലൈസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ തിയറി പറയുന്നത് ഇഫ് ദർ ഈസ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തു അവിടെ വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും, അതുപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇവിടെ വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിലും ഈ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ നടക്കും. ഇതാണ് ഈ തിയറി പറയുന്നത്. സോ ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെയാണ് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് വഴി രണ്ട് രാജ്യങ്ങളിലുള്ള ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് ഈക്വലൈസ്ഡ് ആകുന്നത്? അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു വി ആർ സ്പെഷ്യലൈസിങ് ഇൻ സച്ച് കമ്മോഡിറ്റീസ് വെയർ ഇറ്റ് റിക്വയേഴ്സ് മോർ ഓഫ് ലേബർ ഇൻ ഇറ്റ്സ് പ്രൊഡക്ഷൻ. കൂടുതൽ ലേബർ ആവശ്യമുള്ള കമ്മോഡിറ്റീസ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരുപാട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കാനഡയിലേക്ക് എക്സ്പോർട്ടും ചെയ്യുന്നു. So what happens to the demand for labor in India? Demand for labor in India increases. ഇത് ഇന്ത്യയിൽ ലേബറിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടും. കാരണം നമ്മളിപ്പോൾ ലേബർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലേബറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലേബർ ചാർജസ് കുറഞ്ഞിരുന്ന ഇന്ത്യയിൽ ലേബറിൻ്റെ വേജസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേബറിൻ്റെ പ്രൈസ് കൂടുന്നു. കാനഡ എന്ത് ചെയ്യുന്നു? കാനഡ വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഗുഡ്സ് വിത്ത് ക്യാപിറ്റൽ. കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് പ്രൊഡക്ഷൻ കാനഡ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് അവർക്ക് ഇത് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സാണ്. അപ്പം കാനഡയിലെ ക്യാപിറ്റലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇന്ത്യയിൽ ലേബറിൻ്റെ പ്രൈസ് കുറവായിരുന്നു, അത് കൂടുന്നു. കാനഡയിൽ ഒരു സമയത്ത് ക്യാപിറ്റലിൻ്റെ പ്രൈസ് കുറവായിരുന്നു, അവിടെ അബൻഡൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ അതുപയോഗിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത് കൊണ്ട് ദി പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഇൻ കാനഡ വിൽ ഇൻക്രീസ്. അപ്പോൾ കാനഡയിലെ ക്യാപിറ്റലിൻ്റെ വില കൂടി, ഇന്ത്യയിൽ ലേബറിൻ്റെ വിലയും കൂടി. ലേബറിൻ്റെ ഒരു സമയത്ത് കാനഡയിൽ ലേബറിന് പ്രൈസ് കൂടുതലായിരുന്നു, ഇന്ത്യയിലെ ലേബറിൻ്റെ പ്രൈസ് കുറവായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ലേബറിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അറ്റ് വൺ ടൈം ദി പ്രൈസ് ഓഫ് ലേബർ ഇൻ ഇന്ത്യ ആൻഡ് കാനഡ വിൽ ബി ഈക്വലൈസ്ഡ്. അതുപോലെ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഇൻ കാനഡ ആൻഡ് ഇൻ ഇന്ത്യ വിൽ ബി ഓൾസോ ഈക്വലൈസ്ഡ്. കാരണം ഇന്ത്യ കൂടുതലായിട്ട് ലേബർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് കാനഡയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലെ ലേബറിൻ്റെ ഡിമാൻഡ് കൂടി, ലേബറിൻ്റെ പ്രൈസും കൂടി. കാനഡയിൽ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കൂടുന്നു, ക്യാപിറ്റലിൻ്റെ പ്രൈസും കൂടുന്നു. ഇനി ഇന്ത്യയിലും കാനഡയിലും
ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുത്താൽ ക്യാപിറ്റലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. നമുക്കിപ്പോൾ ലേബറാണ് കൂടുതൽ ആവശ്യമുള്ളത്, അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ പ്രൈസ് കുറയും. പക്ഷേ കാനഡയിൽ എന്തിൻ്റെ പ്രൈസ് കുറയും? ലേബറിൻ്റെ പ്രൈസ് കുറയും. കാരണം ഇപ്പോൾ ലേബർ അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നില്ല, അവർക്ക് കൂടുതൽ ആവശ്യം ക്യാപിറ്റലാണ്. ഇപ്പോൾ അവർക്ക് അത് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റീസ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. സോ ഇൻ ദിസ് വേ, because of the increase in demand for labor in India, increase in demand for capital in Canada, ഈ രണ്ട് രാജ്യങ്ങളിലും ലേബറിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ കൂടുന്നു, ക്യാപിറ്റലിൻ്റെ പ്രൈസ് കാനഡയിൽ കൂടുന്നു. ക്യാപിറ്റലിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ കുറയുന്നു, പിന്നെ ലേബറിൻ്റെ പ്രൈസ് കാനഡയിലും കുറയുന്നു. സോ ദി ഫാക്ടർ പ്രൈസസ് വിൽ ബി ഈക്വലൈസ്ഡ്. ഇതാണ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം. ഇതൊന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം ടെസ്റ്റ് കൂടെ വായിക്കുക, ദെൻ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഇഫക്ട്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഈ ഹെക്സറോളിൻ തിയറം പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിന് രണ്ട് ഇഫക്ട്സ് ഉണ്ടെന്നാണ്. ഒന്ന് ഈക്വലൈസേഷൻ ഓഫ് ഫാക്ടർ പ്രൈസസ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഈക്വലൈസേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസസ്. ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് കമ്മോഡിറ്റീസ് പോകുമ്പോൾ കമ്മോഡിറ്റി പ്രൈസും ഈക്വലൈസ്ഡ് ആവും, ഫാക്ടർ പ്രൈസസും ഈക്വലൈസ്ഡ് ആവും. അപ്പോൾ ഹെക്സറോളിൻ തിയറി പറയുന്ന രണ്ട് ഇഫക്ട്സ് ആണ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ രണ്ട് ഇഫക്ട്സ്: ഈക്വലൈസേഷൻ ഓഫ് ഫാക്ടർ പ്രൈസസ്, ഈക്വലൈസേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസസ്. സോ ദീസ് ആർ ദി വേരിയസ് തിയറീസ് ഓഫ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഇത് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ദി ഫസ്റ്റ് ത്രീ, ദറ്റ് ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി ആൻഡ് ഹെക്സറോളിൻ തിയറി. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഉറപ്പായിട്ടും എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള, ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് there are possibilities. So you may study properly these theories. So in this, if possible, in this week itself, I will complete this module in the next 2 or 3 classes. So we can complete the entire portions in this week. I hope like that. So today I am stopping here. Thank you for listening.